وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الناس أوصيكم أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون. قل أرأيتم من أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم. قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين. قل أرأيتم من أصبح ماؤكم غورا فمن يأتيكم بماء معين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അംഗീകരിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിച്ച് യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിക്കുവാനും മരണപ്പെടുവാനും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തുചേരുവാനും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുക. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 67-ാം അധ്യായമായ സൂറത്തുൽ മുൽക്കാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാകെ 30 ആയത്തുകളാണ് ഉള്ളത്. അതിലെ 26 ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്. അവസാനത്തെ 4 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ തൊട്ടു മുമ്പുള്ള ആയത്തുകളിൽ അന്ത്യനാളിനെ കുറിച്ച്, ആ അന്ത്യസമയം ഏറ്റവും അടുത്താണെന്നും റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടാൻ ഞാനും നിങ്ങളുമൊക്കെ ബാധ്യസ്ഥരാണ്, അള്ളാഹുവിൻ്റെ സഹായം മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ, മറ്റൊരാളും അവിടെ നമ്മുടെ സഹായത്തിന് ഉണ്ടാവുകയില്ല, നാഥന്റെ മുമ്പിൽ വഷളാകാതെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ, സമയങ്ങളെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന പരലോക ചിന്തയെക്കുറിച്ചാണ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തിയത്. 24-ാമത്തെ വചനത്തിൽ അവിശ്വാസികളാകുന്ന ആളുകൾ എപ്പോഴാണ് ഈ അന്ത്യനാൾ ഉണ്ടാവുക? അന്ത്യനാളിനെ കുറിച്ച് മുഹമ്മദ്, നീ വാഗ്ദാനം നൽകുന്നുണ്ട്, നീ ഭയപ്പെടുത്തുന്നുണ്ട്, അങ്ങനെ ഒരു ദിവസം വരുമെന്ന്. പക്ഷേ മതഹാദൽ വഅദ്, എന്നാണ് ഈ വാഗ്ദാനം ഉണ്ടാവുക? നീ പറയുന്നത് സത്യസന്ധമാണെങ്കിൽ അതിൻ്റെ ആ സമയം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം എന്ന പരിഹാസത്തിന്റെ വർത്തമാനം, ധൃതി കൂട്ടുന്ന ചോദ്യം അവരിൽ നിന്ന് ഉണ്ടാകുമ്പോൾ ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്, ആ അറിവ് അള്ളാഹുവിങ്കൽ മാത്രമാണ് എന്ന മറുപടി കൊടുക്കാൻ, അതോടൊപ്പം അതെനിക്കറിയില്ല, വ ഇന്നമ അന നദീറും മുബീൻ, ഞാനൊരു താക്കീതുകാരൻ മാത്രമാണ് എന്ന് പറയാൻ പറഞ്ഞു. സത്യനിഷേധികളാകുന്ന ആളുകൾക്ക് ഈ നൈമിഷികമായ ദുന്യാവിൽ നിന്ന് മാത്രമേ പരലോകത്തിനെ കളവാക്കാൻ കഴിയുകയുള്ളൂ. ഇഹലോകത്ത് വെച്ച് അവർക്ക് കളവാക്കാം, പരലോകമില്ലെന്ന് പറയാം, മരണാനന്തര ജീവിതം ഒന്നും ഉണ്ടാവുകയില്ല, ഈ ജീവിതത്തോടുകൂടെ മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കും എന്ന് വാദിക്കാനും പറയാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അത് ഈ ദുനിയാവിൽ നിന്ന് മാത്രമേ നടക്കുകയുള്ളൂ. അതാണ് അള്ളാഹു 27-ാമത്തെ വചനത്തിൽ പറയുന്നത്.
സീഅത് വുജൂഹുല്ലദീന കഫറൂ വഖീല ഹാദല്ലദീ കുൻതും ബിഹി തദ്ദഊൻ ഫലമ്മാ റഅൗഹു അങ്ങനെ അവരത് കണ്ടപ്പോ, അങ്ങനെ അവരത് കാണുന്ന സമയം, സുൽഫത്തൻ സമീപത്ത്, ഏത് ആ അന്ത്യനാള് നേർക്ക് നേരെ അവരുടെ മുമ്പിൽ അവരുടെ അടുത്തായി അവർ കാണുമ്പോ, സീഅത്ത് വളരെ മ്ലാനമാകും, വളരെ വഷളാകും, ദുഃഖപ്പെട്ട് കഴിയും. എന്ത്? വുജൂഹ് മുഖം ദുഃഖമാകും. ആരുടെ? അല്ലദീന ഒരു വിഭാഗത്തിന്റെ മുഖങ്ങൾ. എങ്ങനെയുള്ള ആളുകളാണ്? കഫറു, അവർ അവിശ്വസിച്ചവരാണ്. അപ്പൊ അവിശ്വസിച്ച ആ ആളുകളുടെ മുഖം മ്ലാനത ബാധിക്കുന്നതാണ്, വഷളായി കാണപ്പെടുന്നതാണ്. വഖീല പറയപ്പെടുകയും ചെയ്യും, ഹാദാ ഇത്, അല്ലദീ എങ്ങനത്തെ ഒന്നാണ്, കുൻതും നിങ്ങളായിരുന്നു, ബിഹി ആ ഒന്നുകൊണ്ട്, തദ്ദഊന വാദിക്കുന്നവരായിരുന്നു. അപ്പൊ താക്കീത് നൽകപ്പെട്ട ഈ വിഷയം, പരലോകമുണ്ട്, അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും. ആ താക്കീത് നൽകപ്പെട്ട കാര്യം പിന്നെ പരലോകമാണ്. ആ പരലോകം നേർക്ക് നേരെ അവരുടെ മുമ്പിൽ സമീപത്തായി അങ്ങ് കാണുന്ന സമയത്ത് സത്യനിഷേധികളുടെ മുഖങ്ങൾക്ക് മ്ലാനത ബാധിക്കുന്നതാണ്. നിങ്ങൾ ഏതൊന്നിനെ പറ്റി വാദിച്ചു കൊണ്ടിരുന്നുവോ അതാകുന്നു ഇത് എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യും എന്നാണ് അള്ളാഹു 27-ാമത്തെ ആയത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സത്യനിഷേധികൾക്ക് കളവാക്കാൻ പരലോകമില്ലെന്ന് പറയാൻ ഇഹലോകത്ത് മാത്രമേ കഴിയൂ. അവർ അന്ത്യനാളി ഇല്ല എന്ന് പറഞ്ഞാലും അതിനെ നിഷേധിച്ചാലും പരിഹസിച്ചാലും ഒക്കെ ആ അന്ത്യനാള് വരിക തന്നെ ചെയ്യും. ആ ശിക്ഷ എന്നോണം നേർക്ക് നേരെ അവരുടെ അടുത്ത് അത് അങ്ങ് വരുന്ന സമയത്ത് തീർച്ചയായും അവർ ഏറെ വഷളാക്കപ്പെടുകയും അവർ അസ്വസ്ഥരാകുകയും അവരുടെ മുഖം വിവർണമാവുകയും ചെയ്യും. അത് നേരിട്ട് കാണുന്ന സന്ദർഭത്തിൽ അവരുടെ മുഖങ്ങൾക്ക് വല്ലാത്ത ദുഃഖഭാരമുണ്ടാകുമെന്നാണ് അള്ളാഹു പറയുന്നത്. ഏതെന്നിനെ വാദിച്ചു കൊണ്ടിരുന്നുവോ അതാകുന്നു ഇതെന്ന് പറയപ്പെടുകയും ചെയ്യും. നിങ്ങൾ പരിഹസിച്ച ആ ദിവസം എവിടെ? മതാഹാദൽ വഅദ്, വാഗ്ദാനം നൽകിയപ്പെട്ട ആ ദിവസം എവിടെ എന്നല്ലേ നിങ്ങൾ വാദിച്ച് അന്വേഷിച്ചു കൊണ്ടിരുന്നത്? ഇതാ ആ ദിവസം എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യും എന്നാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ പറയുന്നത്. കളവാക്കിയാലും നിഷേധിച്ചാലും എന്തായിരുന്നാലും ആ അന്ത്യനാള് അത് സത്യമായി ഇവിടെ പുലരുക തന്നെ ചെയ്യും എന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം 28-ാമത്തെ ആയത്തിൽ ഖുൽ അറഅയ്തും ഇൻ അഹ്ലകനി അല്ലാഹു വമൻ മഅയ ഔ റഹിമനാ, ഖുൽ പറയുക, അറഅയ്തും നിങ്ങൾ കണ്ടുവോ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, ഇൻ അഹ്ലകനിയ എന്നെ നശിപ്പിച്ചു കഴിഞ്ഞാൽ, ഇൻ അഹ്ലകനിയ ഹലാക്കാക്കുക, നശിപ്പിക്കുക, അഹ്ലകനി എന്നെ നശിപ്പിച്ചാൽ, ആര്? അല്ലാഹു എന്നെ നശിപ്പിച്ചാൽ, വമൻ മഅയ എന്റെ കൂടെയുള്ളവരെയും എന്നെയും എന്നോടൊപ്പമുള്ളവരെയും അല്ലാഹു നശിപ്പിച്ചാൽ, ഔ റഹിമനാ അല്ലെങ്കിൽ അവൻ ഞങ്ങൾക്ക് ദയ ചെയ്താൽ, അല്ലെങ്കിൽ അല്ലാഹു ഞങ്ങളോട് കരുണ കാണിച്ചാൽ, ഫമൻ യുജീറുൽ കാഫിരീന മിൻ അദാബിൻ അലീം, ഫമൻ യുജീർ അപ്പോൾ ആരാണ് രക്ഷപ്പെടുത്തുക, ആരാണ് കാക്കുക, അൽ കാഫിരീന അവിശ്വാസികളെ, മിൻ ഫമൻ യുജീർ, ഫമൻ അപ്പോൾ ആരാണ്, യുജീറു രക്ഷപ്പെടുത്തുക, അൽ കാഫിരീന അവിശ്വാസികളാകുന്ന ആളുകളെ, മിൻ അദാബിൻ അലീം വേദനയേറിയ ഭയാനകരമായ വേദനയേറിയ ശിക്ഷയിൽ നിന്ന് അവിശ്വാസികളെ ആരാണ് രക്ഷിക്കുക, ആരുണ്ട് രക്ഷിക്കാൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രിയപ്പെട്ട പ്രവാചകനെ ഇല്ലാതെയാക്കാൻ വല്ലാതെ കൊതിച്ചവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. പ്രിയപ്പെട്ട പ്രവാചകനെ ബഹിഷ്കരിച്ചവരാണ്. ഒരുപാട് മർജ്ജനങ്ങൾക്ക് പ്രിയപ്പെട്ട പ്രവാചകൻ വിധേയമായി. അവസാനം അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ അവർ തീരുമാനിച്ചു. അം യഖൂലൂന ശാഇറുൻ നതറബ്ബസു ബിഹി സൈബൽ മനൂൻ, മുഹമ്മദ് ഒരു കവിയാണ്, അവന് കാലവിപത്ത് വരുന്നത് ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നാണോ അവർ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട പ്രവാചകന്റെ മരണത്തെ വല്ലാതെ അവർ കൊതിച്ചിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കുന്ന ആളുകൾ, പ്രിയപ്പെട്ട പ്രവാചകൻ കൊണ്ടുവരുന്ന അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെ തള്ളിക്കളയുന്ന ആളുകൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ നാശം പ്രതീക്ഷിക്കുന്നവർ, അവരോട് പറയാൻ അള്ളാഹു കൽപ്പിക്കുകയാണ്. എന്താണ് അള്ളാഹു പറയുന്നത്? നിങ്ങളുടെ ആഗ്രഹം ഒരിക്കലും സാധ്യമാവുകയില്ല, നിങ്ങളുടെ ആഗ്രഹം ഒരിക്കലും സാധ്യമാകാൻ പോകുന്നില്ല.
എന്നെയും എന്റെ കൂടെയുള്ളവരെയും അള്ളാഹു നശിപ്പിക്കുകയും ചെയ്താൽ അത് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാക്കുകയില്ല. എന്നെയും എന്നോടൊപ്പമുള്ളവരെയും അള്ളാഹു നശിപ്പിച്ചു എന്നതുകൊണ്ട്, ഇല്ലാതെയാക്കി എന്നതുകൊണ്ട് അത് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. കാരണം എന്താ? നിങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പരിഹസിച്ചവരാണ്, നിഷേധിച്ചവരാണ്, പരലോകമില്ലെന്ന് പറഞ്ഞവരാണ്. ഞങ്ങൾ ഇല്ലാതെയായാലും, ഞങ്ങളെ നിങ്ങൾ നശിപ്പിച്ചാലും, ഞങ്ങളെ കൊന്നുകളഞ്ഞാലും നിങ്ങൾക്കുള്ള ശിക്ഷ അത് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. ആ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ ഒരാളും ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ വേദനയേറിയ ശിക്ഷയിൽ നിന്ന് സത്യനിഷേധികളെ ആരാണ് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഉണ്ടാവുക എന്നവരോട് പറയാനാണ് അള്ളാഹു തആല പറയുന്നത്. മനസ്സിലായില്ലേ? അതാണ് ഈ ആയത്തിന്റെ ലക്ഷ്യം, അതിന്റെ സാരം അതാണ്. അതുകൊണ്ട് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, എന്ത്? എന്റെ നാശത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ ഈ ആഗ്രഹവും നിങ്ങളുടെ ഈ പ്രതീക്ഷയും യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല എന്ന വളരെ കൃത്യമായ മറുപടി അവർക്ക് കൊടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂടെയുള്ളവരെയും അള്ളാഹു നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരോട് കരുണ കാണിക്കുകയോ ചെയ്താൽ വേദനയേറിയ ശിക്ഷയിൽ നിന്ന് സത്യനിഷേധികളെ രക്ഷിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല എന്ന കൃത്യമായ ഒരു ചോദ്യം അവിശ്വാസികളോട് ചോദിക്കാനാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ കൽപ്പിക്കുന്നത്, 28ാമത്തെ ആയത്തിലൂടെ. തുടർന്ന് വീണ്ടും അല്ലാഹു പറയാ, ഖുൽ ഹുവർ റഹ്മാനു ആമന്നാ ബിഹി വഅലൈഹി തവക്കൽനാ ഫസതഅലമൂന മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ. ഖുൽ പറയുക, ഹുവ അവൻ അർ റഹ്മാനു പരമകാരുണികനാണ്. അല്ലാഹു ആകുന്നു പരമകാരുണികൻ. ഖുൽ ഹുവ റഹ്മാൻ, പറയുക അവൻ പരമകാരുണികനാണ്. ആമന്നാ ബിഹി, ഞങ്ങൾ അവനിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക. വഅലൈഹി, ആ നാഥന്റെ മേലിൽ തവക്കൽനാ, ഞങ്ങൾ പരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു പരമകാരുണികനാണ്, എല്ലാവരോടും കരുണ ചെയ്യുന്നവനാണ്. അവനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അവന്റെ മേൽ ഞങ്ങൾ ബലമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക നബിയെ, പറയുക. ഫസതഅലമൂന, എന്നാൽ നിങ്ങൾക്ക് ശേഷം അറിയും, മൻ ആരാണ്, ഹുവ അവൻ ഫീ ളലാലിൻ മുബീൻ, വലാല് വഴികേട്, മുബീൻ വ്യക്തമായ, ശേഷം നിങ്ങൾക്ക് കൃത്യമായി അറിയാം. ഫസതഅലമൂന, ശേഷം നിങ്ങൾക്ക് അറിയാം, മൻ ആരാണ്, ഹുവ ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിൽ. ഞാനാണോ നിങ്ങളാണോ? ആരാണ് വഴികേടിൽ എന്ന് കൃത്യമായി പിന്നീട് മരണാനന്തരം നിങ്ങൾക്ക് അറിയാൻ കഴിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. ആ സമൂഹത്തോട് പറയാൻ, ധിക്കാരികളോട് പറയാൻ, അവിശ്വാസികളോട് പറയാൻ. വിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യദീനിനെ പ്രബോധനം ചെയ്തപ്പോ വിശ്വസിക്കാതെ ധിക്കരിച്ച് ജീവിച്ചിട്ടും ഈ സത്യനിഷേധികൾക്ക് അന്നവും മറ്റും നൽകുന്നവനാണ് ആര്? അല്ലാഹു തആല. അതാണ് അവിടെ അർ റഹ്മാൻ, ഞങ്ങളുടെ നാഥൻ, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന നാഥൻ, ഞാൻ വിശ്വസിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ആ നാഥൻ അർ റഹ്മാൻ, അവൻ റഹ്മാനാണ്. ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും അന്നം തരുന്നവനാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ധിക്കാരികളായിട്ടും, നിങ്ങൾ ഇങ്ങനെയൊക്കെ അഹങ്കരിച്ചിട്ടും നിഷേധിച്ചിട്ടും നിങ്ങളുടെ ഒരു അന്നവും ആ നാഥൻ തടഞ്ഞിട്ടില്ല, നിങ്ങളുടെ ഒരു വായുവും ഒരു ശ്വാസവും ആ നാഥൻ തടഞ്ഞിട്ടില്ല. അത്രത്തോളം കാരുണ്യനിധിയാണ്, കാരുണ്യവാനാണ്, പരമകാരുണികനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ നാഥനിൽ വിശ്വസിച്ചവരാണ് ഞങ്ങൾ എന്ന് പ്രഖ്യാപിക്കാനും അതോടൊപ്പം ഞങ്ങൾ ആ പ്രവാചകനിൽ, ഞങ്ങൾ ആ നാഥനിൽ വിശ്വസിച്ചിട്ടുണ്ട്. വഅലൈഹി തവക്കൽനാ, ആ നാഥനിൽ ഞങ്ങൾ ബലമേൽപ്പിച്ചവരാണ്. മനസ്സിലായില്ലേ? അല്ലാഹു തആല തന്റെ പ്രവാചകനോട് തന്റെയും തന്റെ അനുയായികളുടെയും അവസ്ഥ പറയാൻ പറയുകയാണ്. ഞങ്ങൾ ധർമ്മനിഷ്ഠയിലുള്ളവരാണ്, ഞങ്ങൾ നേരായ മാർഗം സ്വീകരിച്ചവരാണ്, ആ നാഥനിൽ വിശ്വസിച്ചവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ പ്രയാസങ്ങളും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആ നാഥനിൽ തവക്കുലാക്കിയവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ പേടിപ്പെടുത്തലുകളൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന കൃത്യമായ മറുപടി അവർക്ക് കൊടുക്കാൻ പറയുന്നു. പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതും പൂർണ്ണമാകുന്നതുമെല്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കറിയാം അള്ളാഹുവിൽ ബലമേൽപ്പിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് ഏതൊരു സത്യവിശ്വാസികളും തന്റെ ഏത് പ്രയാസങ്ങളിലും രോഗങ്ങളിലും വേദനകളിലും ദാരിദ്ര്യത്തിലുമെല്ലാം റഹ്മാനായ നാഥനിൽ ബലമേൽപ്പിക്കാൻ കഴിയണമെന്ന മഹത്തായ ഒരു സന്ദേശം ഈ ആയത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഞങ്ങൾ വിശ്വാസികൾ മാത്രമല്ല, വഅലൈഹി തവക്കൽനാ, ഞങ്ങൾ തവക്കുലിന്റെ ബോധമുള്ളവരാണ്. വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അല്ലാഹുവിൽ ബലമേൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. അതുകൊണ്ട് വിശ്വാസികളാകണം. ഞങ്ങൾ വിശ്വാസികളാണ്,
ഞങ്ങൾ തവക്കുൽ ചെയ്യുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു. ആ പ്രഖ്യാപനം അല്ലാഹു നമ്മെ ബോധ്യപ്പെടുത്തി. എന്തിനു വേണ്ടി? നാം വിശ്വാസികളാകണം. അതോടൊപ്പം നമ്മുടെ സർവ്വ കാര്യങ്ങളും റഹ്മാനായ റബ്ബിൽ തവക്കുലാക്കുവാൻ, ബലമേൽപ്പിക്കുവാൻ. എന്റെ നാഥൻ എന്ത് വിധിച്ചുവോ അത് മാത്രമേ ലോകത്ത് സംഭവിക്കുകയുള്ളൂ. അല്ലാതെ ആരെന്ത് വിചാരിച്ചാലും എനിക്ക് ഒന്നും വരുത്തുവാനോ ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല എന്ന കൃത്യമായ തവക്കുലിന്റെ ബോധമുണ്ടാകണം എന്ന മഹത്തായ പാഠം ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഏറ്റവും അവസാനത്തെ ആയത്ത്, 30-ാമത്തെ ആയത്ത്, റഹ്മാനായ റബ്ബ് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ, എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനമായ ഒരു അനുഗ്രഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സൂറത്തുൽ മുൽക്ക് 67-ാമത്തെ ആയത്ത് അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത്. ഏതാണ് ആ അനുഗ്രഹം? ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ. ഖുൽ പറയുക, അറഅയ്തും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുവോ? ഇൻ അസ്ബഹ, അസ്ബഹ ആയാൽ, ഇൻ അസ്ബഹ ആയി തീർന്നാൽ, മാ വെള്ളം, കും നിങ്ങളുടെ, മാഉകും നിങ്ങളുടെ വെള്ളം ആയി തീർന്നാൽ, ഗൗറാ അത് പൂർണ്ണമായി അങ്ങ് വറ്റിപ്പോയാൽ, നിങ്ങൾ കുടിക്കുന്ന നിങ്ങളുടെ വെള്ളം, നിങ്ങളുടെ കിണറുകളിലുള്ള, നിങ്ങളുടെ പുഴകളിലുള്ള, തോടുകളിലുള്ള, കുളങ്ങളിലുള്ള ആ വെള്ളം അങ്ങ് വറ്റിപ്പോയാൽ, ഫമൻ അപ്പോൾ ആരുണ്ട് എന്നാൽ ആരാണ്, യഅതീകും നിങ്ങൾക്ക് കൊണ്ടുവരിക, ബിമാഇൻ മഈൻ ഒഴുകുന്ന ഉറവ് വെള്ളം ആരാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നു തരിക എന്ന് അവരോട് ചോദിക്കുക നബിയേ, അവരോട് ചോദിച്ചു നോക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് അവിശ്വാസികളാകുന്ന ആളുകളോട് മാത്രം ചോദിക്കാനുള്ള ഒരു ചോദ്യമല്ല. റഹ്മാനായ റബ്ബ് മഹത്തായ ജീവിതത്തിൽ ഒരിക്കലും ഒരു മണിക്കൂറിലോ അതല്ലെങ്കിൽ ഒരു നിമിഷവും നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്ത, നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് വെള്ളം, അല്ലെ? ആ വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ജീവജാലങ്ങളാകട്ടെ, സസ്യങ്ങളാകട്ടെ, അതിന്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യ ഘടകമാണല്ലോ വെള്ളം. ആ വെള്ളത്തിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഭൂമിയിൽ ജീവജാലങ്ങൾ നിലനിൽക്കുന്നത്. വെള്ളമില്ലെങ്കിലോ ഒരു ജീവജാലത്തിനും ഇവിടെ നിലനിൽക്കാൻ സാധ്യമല്ല. മനുഷ്യനെന്ന് മാത്രമല്ല, ഒന്നിനും വെള്ളമില്ലെങ്കിൽ നിലനിൽക്കാൻ സാധ്യമല്ല. റഹ്മാനായ റബ്ബ് അവന്റെ മഹത്തായ അനുഗ്രഹമായ മഴ ഭൂമിയിലേക്ക് ചൊരിയുന്നത് കൊണ്ടാണ് ഇവിടെ സമൃദ്ധമായി വെള്ളം ഉണ്ടാകുന്നത്. മാത്രവുമല്ല, മനുഷ്യർക്കും മറ്റും ഉപയോഗത്തിനായി മഴവെള്ളത്തെ അല്ലാഹു ഭൂമിയിൽ തങ്ങി നിർത്തുകയും ചെയ്തിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മഴ പെയ്യുന്നു, എന്നിട്ട് അല്ലാഹു തആല ഭൂമിയിൽ ആ വെള്ളത്തെ പിടിച്ചു നിർത്തുന്നുണ്ട്. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദർ ഫഅസ്കന്നാഹു ഫിൽ അർള് വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. അല്ലാഹു മറ്റൊരു ആയത്തിലൂടെ ചോദിക്കുന്നുണ്ട്, ആകാശത്ത് നിന്ന് നാം ഒരു നിശ്ചിത അളവിൽ വെള്ളം ചൊരിയുകയും വെള്ളം ഇറക്കി തരികയും എന്നിട്ട് നാം അതിനെ ഭൂമിയിൽ തങ്ങി നിൽക്കുന്നതാക്കുകയും ചെയ്തിരിക്കുന്നു. അത് വറ്റിച്ചു കളയാൻ തീർച്ചയായും നാം ശക്തനാണ്. ആ ഭൂമിയിൽ തങ്ങി നിർത്തിയ വെള്ളത്തിനെ പൂർണ്ണമായി ഇല്ലാതെയാക്കാൻ എനിക്ക് കഴിയും. അതെല്ലാം ചെയ്യുന്നത് ഞാനാണ് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അപ്പൊ റഹ്മാനായ റബ്ബിന്റെ അനുഗ്രഹമായ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം അതങ്ങ് വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് ഒഴുകുന്ന ഉറവ് വെള്ളം കൊണ്ടുവന്ന് തരിക എന്നതാണ് റബ്ബിന്റെ ചോദ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾക്കും കഴിയില്ല. എത്ര വലിയ കോടീശ്വരനാകട്ടെ, എത്ര വലിയ ബംഗ്ലാവുകളിൽ ജീവിക്കുന്നവനാകട്ടെ, എത്ര വലിയ ആരോഗ്യമുള്ളവനാകട്ടെ, എത്ര വലിയ പത്രാസുകൾ ഉള്ളവനാകട്ടെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ വെള്ളം പൂർണ്ണമായി അങ്ങ് തടഞ്ഞു വെച്ചാൽ അത് തരാൻ ആർക്കാണ് കഴിയുക? ഫമയ്യഅതീകും നിങ്ങളിൽ ആർക്കെങ്കിലും അത് കൊണ്ടുവരാൻ കഴിയുമോ എന്നതാണ് റബ്ബിന്റെ ചോദ്യം. എന്താ ചോദ്യത്തിന് മറുപടി? ഇല്ല. അല്ലാഹുവേ, നിനക്കല്ലാതെ ഒരു തുള്ളി വെള്ളം തരാൻ കഴിയില്ല. നമുക്കറിയാം, സാധാരണ പതിവിൽ കവിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ മഴ പെയ്യാൻ താമസിച്ചാൽ നമുക്കൊക്കെ വല്ലാത്ത മാനസികമായ വെപ്രാളമാണ്. എന്തേ മഴ പെയ്യാത്തത്? വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. കിണറുകളെല്ലാം വറ്റാൻ തുടങ്ങുമ്പോ സ്വാഭാവികമായും നമ്മൾ ഏതെങ്കിലും പണിക്കാരെ വിളിച്ച് കുറച്ചുകൂടെ കുടിച്ച് കുറച്ച് ദിവസങ്ങളും കൂടെ വെള്ളം ഉണ്ടാക്കുവാനുള്ള, വെള്ളം കിനിഞ്ഞു വരാനുള്ള സാധ്യതകൾ തേടി നമ്മളൊക്കെ പോകാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു വർഷമോ 2 വർഷമോ തീരെ മഴ അവൻ വർഷിപ്പിക്കാതെ പോയാൽ ലോകത്തിലുള്ള, നമ്മുടെ നാട്ടിലുള്ള കിണറുകളിലുള്ള, പുഴകളിലുള്ള, തോടുകളിലുള്ള വെള്ളം പൂർണ്ണമായി അങ്ങ് വറ്റിപ്പോയാൽ അതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ
അതിനെ ഉറവെടുപ്പിക്കുവാൻ ആരുടെയെങ്കിലും സമ്പത്തിന് കഴിയുമോ? അധികാരികൾക്ക് കഴിയുമോ? ആരോടെങ്കിലും പരാതിപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഒരാൾക്കും കഴിയില്ല. ആ ഉറവിടങ്ങളെ വീണ്ടും ഒഴുക്കുവാൻ റഹ്മാനായ റബ്ബിനല്ലാതെ മറ്റൊരാൾക്കും കഴിവില്ല. ഇത് പഠിപ്പിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്? നിസാരമായ ഈ വെള്ളം, ഒരു തുള്ളി വെള്ളം പോലും അത് വറ്റിച്ചു കളഞ്ഞാൽ കൊണ്ടുവരാൻ കഴിയാത്തവരാണ് മനുഷ്യരെ നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആ വെള്ളം തരുന്ന, നിങ്ങൾക്ക് സുഭിക്ഷമായി കുടിക്കാനും മലക്കാനും നിങ്ങളുടെ ആവശ്യത്തിന് മുഴുവനും ലോകത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ആവശ്യമായ തോതിൽ കൃത്യമായി വെള്ളം തരുന്ന ഒരു നാഥനുണ്ട്. ആ നാഥനല്ലാതെ മറ്റൊരാൾക്കും അതിന് കഴിയില്ല എങ്കിൽ ആ നാഥനെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നവരാകണം. അള്ളാഹു അല്ലാത്ത മറ്റൊരാളും ആരാധനക്കർഹനായിട്ട് ഇല്ല. നിങ്ങൾ ആരാധിക്കുന്ന ഏതെങ്കിലും ബിംബങ്ങൾക്കോ, നിങ്ങൾ വിളിച്ചു തേടുന്ന ഏതെങ്കിലും ആരാധ്യർക്കൾക്കോ, അല്ലെങ്കിൽ പുണ്യ മഹാത്മാക്കൾക്കോ, പുഷ്പങ്ങൾക്കോ, സൂര്യനോ ചന്ദ്രനോ ആർക്കും ഒരു തുള്ളി വെള്ളം പോലും തരാൻ കഴിയില്ല. ഒരു വറ്റിപ്പോയ ഒരു സ്ഥലത്തിൽ നിന്ന് ഉറവെടുത്ത് വെള്ളം കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ആരാധന അള്ളാഹുവിന് മാത്രമാകണം എന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സൂറത്ത് അവസാനിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ മുൽക്കിന്റെ തുടക്കത്തിൽ സൂറത്തുൽ മുൽക്കിന്റെ പ്രാധാന്യവും അതിന്റെ ശ്രേഷ്ഠതയും നാം വിശദീകരിച്ചിരുന്നു. അതുകൊണ്ട് ഈ സൂറത്ത് അവസാനിപ്പിക്കുമ്പോഴും ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, പ്രിയപ്പെട്ട സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുന്നത്, എല്ലാ ദിവസവും കഴിവിന്റെ പരമാവധി ഈ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാൻ നാം പരിശ്രമിക്കണം. 30 ആയത്തുകളാണുള്ളത്, അല്ലെ? 30 ആയത്തുകൾ. ആ 30 ആയത്തുകളുടെ അർത്ഥം അൽഹംദുലില്ലാ ഞാൻ നിങ്ങളുമെല്ലാം പഠിച്ചു കഴിഞ്ഞു. അതിന്റെ ആശയങ്ങൾ കൃത്യമായി നാം മനസ്സിലാക്കി കഴിഞ്ഞു. സൂറത്തുൽ മുൽക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ കാരണമാണ് എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ. അതിന്റെ ആശയങ്ങൾ കൃത്യമായി പഠിച്ചവരാണ്. ഇനി എന്താ വേണ്ടത്? ആ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം. അതിന്റെ അർത്ഥവും ആശയവും കൃത്യമായി മനസ്സിലാക്കുകയും വീണ്ടും വീണ്ടും കേൾക്കുകയും അത് പാരായണം ചെയ്യുമ്പോൾ, ഓരോ ആയത്തുകൾ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ ആശയങ്ങൾ, അതിന്റെ അർത്ഥങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വന്ന് നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ഒരു ചിട്ട കൊണ്ടുവരുവാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും കഴിയണം. റഹ്മാനായ റബ്ബിന്റെ സൃഷ്ടി വൈഭവത്തെ, അവന്റെ കഴിവുകളെ കൃത്യമായി അല്ലാഹു തആല നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. റഹ്മാനായ റബ്ബ് നൽകിയിട്ടുള്ള വിവിധങ്ങളായിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച്, നരക ശിക്ഷയെ കുറിച്ച്, അന്ത്യനാളിനെ കുറിച്ച് എല്ലാം ഈ സൂറത്തിൽ പ്രതിപാദ്യ വിഷയങ്ങളായിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി വിശ്വസിച്ച് അംഗീകരിക്കുകയും എല്ലാം നിയന്ത്രിക്കുന്ന റഹ്മാനായ റബ്ബിന് എല്ലാം കഴിവുള്ളവനാണ്. അവൻ ഏത് സമയത്തും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. റഹ്മാനായ റബ്ബിനെ അദൃശ്യനായ നിലയിൽ ഭയപ്പെട്ട് നമ്മുടെ ജീവിതത്തെ നാം ചിട്ടപ്പെടുത്തുമ്പോൾ മാത്രമാണ് പരലോകത്ത് സൂറത്തുൽ മുൽക്ക് പാപം പൊറുക്കപ്പെടുന്നവരെയും നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നവരെയും ശഫാഅത്ത് നടത്തുകയും അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ അള്ളാഹുവിനോട് തർക്കിക്കുകയൊക്കെ ചെയ്യും സൂറത്തുൽ മുൽക്ക് എന്ന് നാം സൂറത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. അതുകൊണ്ട് കൃത്യമായി സൂറത്തുൽ മുൽക്കിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. വീണ്ടും വീണ്ടും ആവർത്തിച്ച് സൂറത്തുൽ മുൽക്ക് പഠിക്കുകയും അതിന്റെ വിശദീകരണവും അർത്ഥമെല്ലാം മനസ്സിലാക്കുകയും ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാഥ, ഞങ്ങൾ പഠിച്ചത് ഞങ്ങളുടെ ജീവിതത്തിലുടനീളം മരണം വരെ കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങൾ പഠിച്ചത് ഉപകാരപ്രദമാകുന്ന വിജ്ഞാനമാക്കി നീ തീർക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഉപകാരമില്ലാത്ത വിജ്ഞാനമാക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ശാന്തിയും സമാധാനവും ശിഫയും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്, അവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ കാരണവന്മാർ പലരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്, നീ ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, മുസ്ലിം സമുദായത്തിന് ഇസ്സത്ത് പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, കീറിമുറിക്കുന്ന രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കരുത് റഹ്മാനെ. സനാബിൽ എന്ന ഈ ഖുർആൻ പഠന പദ്ധതിയുടെ കൂട്ടായ്മയെ നീ വിജയിപ്പിക്കണേ അല്ലാഹുവേ. ഒക്ടോബർ 19-ാം തീയതി ഈ ഖുർആനിനെ സ്നേഹിക്കുന്ന ഞങ്ങൾ ഒത്തുചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ സംഗമത്തെ നീ വിജയിപ്പിക്കണേ അല്ലാഹുവേ, നിന്റെ സഹായം പൂർണ്ണമായി ഞങ്ങൾക്ക് ഉണ്ടാകണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന
تقبل دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أقول قولي هذا أستغفر الله العظيم لي ولكم وأستغفر فيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروا إنه هو الغفور الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك എല്ലാവരും ദുആ ചെയ്യണം എന്ന് പ്രത്യേകം വസിയത്ത് നൽകുകയാണ് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു